ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മുട്ട റോസ്റ്റ് തയ്യാറാക്കിയാലോ. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളിലും കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു മുട്ട റോസ്റ്റാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് ചോറ്, ചപ്പാത്തി, അപ്പം, പുട്ട്, വെള്ളപ്പം അങ്ങനെ ഏത് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളുടെ കൂടെയും കഴിക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കുവാനായി ഒരു പാത്രം അടുപ്പ് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1.5 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ഉള്ളി ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിനുശേഷം 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. എന്നിട്ട് ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളക്കുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വച്ചിരിക്കുന്ന
കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് മസാല നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് കൂടി വേവിക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.